മറ്റു വാർത്തയിലേക്ക് പോകണം. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും മന്ത്രിമാരുടെ പിടിപ്പുകേടും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായി എന്നാണ് വിമർശനം. അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായി. നവകേരള സദസ്സിലെ ധൂർത്തും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയുടെ ദുരവസ്ഥയും ജനങ്ങളെ സർക്കാരിന് എതിരാക്കി. ഹൈന്ദവ വിഭാഗത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞുവെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, CPIക്കുള്ളിൽ ഈ പരാജയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. CPMലും പലരും ഇതൊക്കെ പറയാതെ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഉള്ള വിലയിരുത്തലുകൾ. കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, നവകേരള സദസ്സിൽ സംഭവിച്ച കാര്യങ്ങൾ, ഈ സപ്ലൈകോയിലെ പ്രശ്നങ്ങളുണ്ട്, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്, ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായി സംഭവിച്ചിട്ടുണ്ട്. അത് ജനം വിലയിരുത്തി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സർക്കാരിനെയും മറ്റും. CPI ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏതെങ്കിലും തരത്തിൽ അത് ഈ ഒരു തിരുത്തലിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടോ? ഇത് കഴിഞ്ഞ ആഴ്ച ചേർന്ന CPI തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിൽ മുഖ്യമന്ത്രി മാറണം, മുഖ്യമന്ത്രിയുടെ രാജി വേണമെന്ന ആവശ്യം വരെ ഉയർന്നിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്നലെ ചേർന്ന ജില്ലാ കൌൺസിലും കണ്ടത്. രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് പരാജയത്തിന്റെ പ്രധാന കാരണം, ജനങ്ങളെ അകറ്റിയ പ്രധാന കാരണമെന്ന അഭിപ്രായമാണ് നിരവധി പ്രതിനിധികൾ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി മാറാതെ ഒരു തിരുത്തലിന് കഴിയില്ല, മുഖ്യമന്ത്രി മാറാതെ സർക്കാർ രക്ഷപ്പെടില്ല. മുഖ്യമന്ത്രിക്ക് എതിരെ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും തിരിച്ചടിയായെന്ന വിമർശനം ഉയർന്നു വന്നു. സർക്കാരിലെ മറ്റു മന്ത്രിമാരുടെ പ്രവർത്തനത്തെയും സർക്കാരിന്റെ പൊതുവെയും പ്രവർത്തനം വളരെ മോശമെന്ന അഭിപ്രായമാണ് ജില്ലാ കൌൺസിൽ യോഗത്തിൽ ഉയർന്നത്. CPI മന്ത്രിമാർക്കും രൂക്ഷ വിമർശനമുണ്ടായി. മന്ത്രിമാർ പലപ്പോഴും കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ചെയ്ത കാര്യങ്ങളുടെ അടുത്തൊന്നും എത്താൻ, അല്ലെങ്കിൽ ആ നിലവാരത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയുന്നില്ല. കൃഷിമന്ത്രിയുടെ ഓഫീസിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. സർക്കാരിന്റെ ന്യൂനപക്ഷ പ്രീണനമാണ്, അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം, സർക്കാരിന്റെയും മുന്നണിയുടെയും അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനമാണ് തിരിച്ചടിക്ക് പ്രധാന കാരണങ്ങളിലൊന്നെന്ന് യോഗം കുറ്റപ്പെടുത്തി. ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുമ്പോൾ പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരങ്ങൾ, സദസ്സുകൾ, അത് ഒരു രാഷ്ട്രീയ ക്യാമ്പയിനായി മാറേണ്ടതായിരുന്നു. പക്ഷേ സംഭവിച്ചത് രാഷ്ട്രീയ ക്യാമ്പയിന് പകരം അതൊരു മത അടിസ്ഥാനത്തിലുള്ള യോഗങ്ങളായി മാറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ച ശേഷം പലപ്പോഴും അവിടെ സംസാരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളായിരുന്നില്ല, പകരം മത നേതാക്കളും മതസംഘടനയുടെ പ്രതിനിധികളുമായിരുന്നു. അതൊരു രാഷ്ട്രീയ ക്യാമ്പയിൻ ആക്കി മാറ്റേണ്ടതായിരുന്നു, പകരം അതൊരു മതസംഘടന ക്യാമ്പയിനായി മാത്രം മാറ്റി. അതിർവട്ട ന്യൂനപക്ഷ പ്രീണനമാണ് തിരിച്ചടിക്ക് പ്രധാന കാരണങ്ങളിലൊന്ന്. അത് എപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടായിരുന്ന ഹൈന്ദവ വിഭാഗത്തിലെ, ഈഴവ വിഭാഗത്തെയും അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളെയും അകറ്റി ആ വോട്ടുകൾ BJPയിലേക്ക് വ്യാപകമായി ഒഴുകി. ന്യൂനപക്ഷ വോട്ടുകൾ തിരുവനന്തപുരത്തും പലയിടത്തും, പ്രത്യേകിച്ചും കോവളം നിയമമണ്ഡലങ്ങളിലൊക്കെ പൂർണ്ണമായും UDFിലേക്കാണ് പോയത്. അവിടെ തീരദേശ മേഖലയിലും അതുപോലെ വോട്ടിന്റെ ഒഴുക്ക് UDFിലേക്കായിരുന്നു. അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനമാണ് അതിന്റെ കാരണങ്ങളിലൊന്നായി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, നിയമത്തും മറ്റും യോഗങ്ങൾ സംഘടിപ്പിക്കും, ദേശീയ നേതാക്കളുടെ യോഗങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ അവിടെ പങ്കെടുത്ത ആളുകൾ എത്രയുണ്ടോ അതിന്റെ 3 ഇരട്ടി വോട്ടുകൾ കിട്ടുമെന്ന പ്രതീക്ഷയാണ് CPM നേതൃത്വം. CPMന്റെ കണക്കുകൾ പലപ്പോഴും ഊതിപ്പെരിപ്പിച്ച കണക്കുകളായിരുന്നു. തിരുവനന്തപുരം ലോക്സഭ മണ്ഡലം ജയിക്കുമെന്ന കണക്ക് അങ്ങനെ ഉണ്ടായതാണ്. കാരണം ഒരാൾ പങ്കെടുത്താൽ ആ കുടുംബത്തിലെ 3 പേരുടെ വോട്ടും ഉറപ്പിച്ച് കൂട്ടിയുള്ള ഒരു കണക്കാണ് CPM നേതൃത്വവും പലപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിജയസാധ്യത ചൂണ്ടിക്കാട്ടി നൽകിയത്. അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ പിഴവുകളും ചൂണ്ടിക്കാട്ടുന്നു. സപ്ലൈകോ പലപ്പോഴും നഷ്ടത്തിലായത്, സപ്ലൈകോയിൽ സാധനങ്ങളില്ലാതായത് ജനങ്ങളെ വലിയ രീതിയിൽ എതിരാക്കി. സാധാരണ ജനങ്ങളുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വകുപ്പാണ്. ആ വകുപ്പിന് മതിയായ പണം നൽകാൻ സർക്കാർ പലപ്പോഴും തയ്യാറാകുന്നില്ല. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതുമൊക്കെ വലിയ അതും തിരിച്ചറിയാൻ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിലും ഇടതുമുന്നണിക്ക് ആയിട്ടില്ലെന്നും വിമർശനമുയർന്നു. CPIക്കും എതിരെ ശക്തമായ വിമർശനം വന്നത്. പ്രധാനപ്പെട്ട വിമർശനം രാജ്യസഭാ സ്ഥാനാർത്ഥിത്വമാണ്. PP സുനീറിനെ ആദ്യഘട്ടം മുതൽ പറഞ്ഞു കേട്ടുന്ന പേരായ അതിലേക്ക് വരാം. ഈ ക്ഷേമ പെൻഷൻ, അതായത് സർക്കാർ ഒന്നാം പിണറായി സർക്കാരിനെ വിലയിരുത്തും, രണ്ടാം പിണറായി സർക്കാരിനെയും വിലയിരുത്തിയുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. കാരണം ഈ ഒരു വലിയ പരാജയത്തിന് ശേഷം ഇത്തരത്തിൽ രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാരുടെ പ്രകടനം, അതിപ്പോൾ CPMന്റെ ആയാലും CPIയിലെ ആയാലും മന്ത്രിമാരുടെ പ്രകടനവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളും ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെ ഈ മന്ത്രിമാരുടെ ഒരു പെർഫോമൻസ് ഇല്ലായ്മ, ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിമാർ ജനങ്ങളോട് ഇടപഴകുന്ന കാര്യം, സപ്ലൈകോയുടെ പരാജയം, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ, അങ്ങനെ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു സർക്കാർ, ആ സർക്കാരിന്റെ ജലം വിലയിരുത്തി എന്ന് തന്നെയാണോ CPI പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ
ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു തെരഞ്ഞെടുപ്പിലുടനീളം എന്നും വ്യക്തമാകുന്നുണ്ടോ? CPM അല്ലെങ്കിൽ CPI ഇടതുപക്ഷം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച പലവിധമായ കാര്യങ്ങൾ, ഈ ന്യൂനപക്ഷ പ്രകടനമൊക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണല്ലോ. CAA വിഷയങ്ങളൊക്കെ ചർച്ചയാക്കിയതാണ്. ഇതൊന്നും ജനങ്ങൾ അംഗീകരിച്ചില്ല. പകരം ഈ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരൊക്കെ പറയുന്നത് പോലെ ജനം കണ്ടതും കേട്ടതും അവർ വോട്ട് കുത്തിയതും ഈ ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയാണോ വിലയിരുത്തൽ? പൂർണ്ണമായും ആ രീതിയിലുള്ള ചർച്ചകളാണ് CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവിലും ഇന്നലെ ചേർന്ന ജില്ലാ കൌൺസിലിലും ഒക്കെ ഉണ്ടായത്. പൊതുവിൽ ഇതൊരു തിരുവനന്തപുരം ജില്ലയിലെ മാത്രം ഒരു വിമർശന രീതിയല്ല. പലയിടത്തും ഇത്തരത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ CPIയുടെ പ്രാദേശിക ഘടകങ്ങൾ, ജില്ലാ ഘടകങ്ങൾ വരെ വിലയിരുത്തുന്നത്. സംസ്ഥാന കൌൺസിലിലേക്ക് എത്തുമ്പോൾ എങ്ങനെ മാറുമെന്ന് കണ്ടറിയണം. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ശക്തമായ വിമർശനം ഉയർന്നു വന്നിരുന്നു. സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന വിമർശനം സംസ്ഥാന എക്സിക്യൂട്ടീവിലും ഉയർന്നു വന്നതാണ്. CPIയുടെ ജില്ലാ നേതൃത്വങ്ങളിൽ അതിരൂക്ഷ വിമർശനം ഇത്തരത്തിൽ തന്നെയാണ് പോകുന്നത്. പൊതുവിൽ സർക്കാർ പരാജയമാണ്, മന്ത്രിമാർ പരാജയമാണ്. കഴിഞ്ഞ തവണത്തെ മന്ത്രിസഭയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ പ്രകടനത്തിനടുത്തേക്ക് ഇന്നും എത്താൻ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ കഴിയുന്നില്ല. വലിയ പ്രതീക്ഷകളോട് അധികാരത്തിൽ സർക്കാരാണ്. എന്നാൽ പ്രതീക്ഷകൾ കാക്കാൻ സർക്കാർ കഴിയുന്നത് സമ്പൂർണ്ണമായ ഒരു പൊളിച്ചെടുത്ത് വേണമെന്ന അഭിപ്രായമാണ് CPIയുടെ തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ ഉയർന്നത്. ഒരു കാര്യം, ഇത് CPIയുടെ നേതൃത്വങ്ങൾ മാത്രമല്ല, CPMന്റെ പാർലമെന്റ് തല കമ്മിറ്റികളിൽ പോലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന പാർലമെന്റ് തല യോഗങ്ങൾ, പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്. ചിലയിടത്തൊക്കെ അങ്ങനെ വരുന്ന വിമർശനങ്ങൾ നേതാക്കൾ ഇടപെട്ട് അത് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് മയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ മണ്ഡലം കമ്മിറ്റി CPMന്റെ ചേരുമ്പോൾ സമാനമായ വിമർശനമാണ്. അതവിടെ അന്ന് ആ റിപ്പോർട്ട് വെച്ച ആനാവൂർ നാഗപ്പൻ ഭരണവിരുദ്ധ വികാരം അല്ല തിരിച്ചടിക്ക് കാരണമെന്ന് റിപ്പോർട്ടിൽ എഴുതി ചേർത്ത ആ റിപ്പോർട്ടാണ് വായിച്ചത്. വലിയ എതിർപ്പോടുകൂടി, വലിയ അമർഷത്തോടുകൂടിയാണ് അവിടെ നേതാക്കൾ, മണ്ഡലം കമ്മിറ്റി നേതാക്കൾ അതിനെ തിരുത്തി പറഞ്ഞത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എത്ര ഒളിച്ചുവെക്കാൻ ശ്രമിച്ചാലും അത് ശരിയല്ല. അതിനെ തുറന്നു കാട്ടുക തന്നെ വേണമെന്ന് അഭിപ്രായപ്പെട്ട ഏരിയ സെക്രട്ടറിമാർ അടക്കമുള്ളവർ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര ഒളിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകിയാലും, സംസ്ഥാന കമ്മിറ്റിക്ക് ഭരണവിരുദ്ധ വികാരമല്ല ആറ്റിങ്ങലിലെ പരാജയ കാരണമെന്ന് റിപ്പോർട്ട് നൽകിയാലും തിരികെ അവിടെ നിന്ന് ചർച്ച ചെയ്ത് ഇത് വീണ്ടും ജില്ലാ കമ്മിറ്റിയിലേക്കും മണ്ഡലം കമ്മിറ്റിയിലേക്കും വരുമ്പോൾ ഞങ്ങൾ ഇതേ രീതിയിൽ തന്നെ ചർച്ച ചെയ്യും. ഈ പ്രശ്നങ്ങൾ തുറന്നു കാട്ടപ്പെടണം എന്ന അഭിപ്രായമുള്ളവരും CPMൽ പോലുമുണ്ട്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, ആലപ്പുഴയിൽ നമ്മൾ കണ്ടതാണ്. എറണാകുളത്ത് അത്തരം ചർച്ചകൾ ഉയർന്നു വന്നു. അങ്ങനെ സംസ്ഥാന വ്യാപകമായി താഴെത്തട്ടിലെ പ്രവർത്തകർക്കിടയിൽ, നേതാക്കൾക്കിടയിൽ, ജില്ലാ തലം വരെയെങ്കിലുള്ള നേതാക്കൾക്കിടയിൽ അങ്ങനെ വലിയ വികാരം ഉണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ മേൽ കമ്മിറ്റികളിലേക്ക് പോകുമ്പോൾ അത് ഏത് തരത്തിൽ വരുമെന്നാണ് അറിയേണ്ടത്. അത് അവിടെയാണ് തിരുത്തപ്പെടേണ്ടത്. അത്തരം തിരുത്തലിൽ CPMും CPIയും ഒക്കെ തയ്യാറാകുമോ എന്നാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അതാണ് പ്രധാനം. ഈ വിമർശനങ്ങൾ എല്ലാ യോഗങ്ങളിലും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചെടുത്ത പശ്ചാത്തലത്തിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും നയസമീപനത്തിൽ മാറ്റം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുമ്പോൾ തന്നെ CPMന്റെ നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ദേശീയ നേതാക്കളടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. PB അംഗങ്ങളുടെയൊക്കെ സാന്നിധ്യമുണ്ട്. മുഖ്യമന്ത്രി ആവർത്തിക്കുന്നുണ്ട് ഭരണവിരുദ്ധ വികാരമല്ല. പക്ഷേ പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഘടകകക്ഷികൾക്ക് ബോധ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. അവിടെ എങ്ങനെ തിരുത്തൽ എന്നുള്ളതാണല്ലോ അവരോട് ഇനി കാത്തിരുന്നു കാണേണ്ടത്. ഇതേ മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കൂടി നേരിടാനുള്ള ആരോഗ്യം ഇടതുപക്ഷ സംവിധാനത്തിനുണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. മുഖ്യമന്ത്രിയുടെ മനസ്സും ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം തുടർഭരണം നൽകിയ ഒരു മുഖ്യമന്ത്രിയാണ്. പക്ഷെ രണ്ടാം ഭരണം ഈ തരത്തിലായി എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ എന്ത് നടപടി സ്വീകരിക്കും? ഈ വിമർശനങ്ങൾക്കപ്പുറം ഈ വിമർശനങ്ങൾ ഒതുങ്ങുമോ? പ്രാക്ടിക്കലായി എന്തെങ്കിലും പോംവഴിയിലെ കാര്യങ്ങൾ നീങ്ങുമോ? കേന്ദ്ര നേതൃത്വമെങ്കിലും ഇതിന് മുൻകൈ എടുക്കുമോ എന്നതും പ്രധാനമാണല്ലോ. തീർച്ചയായും അത്തരം ചർച്ചകൾ തന്നെയാകും ഇന്ന് ആരംഭിക്കുന്ന CPMന്റെ നേതൃയോഗങ്ങളിൽ ഉണ്ടാവുക. ഇന്ന് നാളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അടുത്ത 3 ദിവസങ്ങളിൽ സംസ്ഥാന സമിതിയുമാണ് ചേരുന്നത്. ഈ 3 ദിവസങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വിശദമായ അവലോകനം നടക്കും. മണ്ഡലം കമ്മിറ്റികൾ റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുണ്ട്. മണ്ഡലം കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളും സംസ്ഥാന സമിതി അംഗങ്ങളും AK സെക്രട്ടറി നേരിട്ട് അവരെ വിളിച്ചു വരുത്തി സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ട് നേടിയിട്ടുണ്ട്. സാധാരണ മണ്ഡലം കമ്മിറ്റിയുടെ റിപ്പോർട്ട് പകരം ജില്ലാ സെക്രട്ടറിമാരാണ് റിപ്പോർട്ട് നൽകുന്നത്. പക്ഷേ ഇത്തവണ മണ്ഡലം കമ്മിറ്റിയുടെ റിപ്പോർട്ട് തന്നെ ആ രീതിയിൽ അത് പലരും നേരിട്ടെത്തി ആ റിപ്പോർട്ട് കൈമാറിയിട്ടുമുണ്ട്. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കങ്ങളിൽ ചർച്ചയുണ്ടാകും. വലിയ തിരുത്തൽ വേണമെന്ന അഭിപ്രായം പാർട്ടി ശക്തമാണ്. കേന്ദ്ര സർക്കാരിനെതിരായ, മോദി സർക്കാരിനെതിരായ വികാരം തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി, കോൺഗ്രസിന് അനുകൂലമായി, അതാണ് ഇവിടെ തിരിച്ചടി ഉണ്ടായെന്ന മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ജനങ്ങൾക്കിടയിലില്ല, അങ്ങനെ എല്ലാം ഒലിച്ചു പോകുമെന്ന ആശങ്ക വേണ്ട എന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോഴും അങ്ങനെയല്ല പാർട്ടിയിൽ കാര്യങ്ങൾ. കൃത്യമായ ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന നേതൃത്വം
തിരിച്ചറിയുന്നു. എം വി ഗോവിന്ദന്റെയും സീതാറാം യെച്ചൂരിയുടെയും അതുപോലെ തന്നെ പ്രകാശ് കാരാട്ടിന്റെയും ഒക്കെ വാക്കുകൾ അത് വ്യക്തമാണ്. എല്ലാ തലങ്ങളിലുമുള്ള തിരുത്തൽ വേണം, എല്ലാ തലങ്ങളിലുള്ള പരിശോധന വേണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിങ്ങിലും ഇന്നും അതുപോലെ സംസ്ഥാന കമ്പനിമാർ റിപ്പോർട്ടിങ്ങിലുമൊക്കെ അത്തരം ഒരു പരാമർശം ഉണ്ടാകുമോ? ഭരണവിരുദ്ധ വികാരമാണ്. മോദി സർക്കാരിനോടുള്ള ജനങ്ങളുടെ അതൃപ്തി മാത്രമല്ല, സംസ്ഥാനത്തെ പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം, എതിർവികാരം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. അവിടെ തിരുത്തൽ വേണമെന്ന് പറയാൻ CPIന്റെ നേരത്തെ സൂചിപ്പിച്ച പോലെ ജില്ലാ തലങ്ങളിൽ വരെ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന കാര്യങ്ങൾ ഉറപ്പിക്കുന്നു. അത്തരം വിമർശനങ്ങൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ ആരാണ് ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രധാന കാരണക്കാരൻ? ഭരണത്തിന്റെ നേട്ടം മുഖ്യമന്ത്രിക്കാണെങ്കിൽ അവിടെ കോട്ടമുണ്ടാകുമ്പോഴും തിരിച്ചടി ഉണ്ടാകുമ്പോഴും അതിന് മറുപടി പറയേണ്ട മുഖ്യമന്ത്രിയല്ലേ എന്ന ചോദ്യങ്ങൾ സ്വാഭാവികമായും CPIന്റെ നേതൃത്വങ്ങൾ ഉയർന്നു വന്നാൽ അവിടെ വലിയൊരു തിരുത്തലിന് കളമൊരുങ്ങും. ഒരുപക്ഷെ മുഖ്യമന്ത്രി മാറിക്കൊണ്ട് തിരുത്തലാകില്ല. അത് അത്ര എളുപ്പമല്ല. CPIൽ മുഖ്യമന്ത്രി മാറിക്കൊണ്ടുള്ള ഒരു തിരുത്തൽ മുഖ്യമന്ത്രിക്ക് പകരക്കാരനെ കണ്ടെത്തുകയും എളുപ്പമല്ല. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ മാത്രം അങ്ങനെ മാറ്റപ്പെടാൻ പറ്റുന്ന ആളുമല്ല പിണറായി വിജയൻ. പക്ഷേ അദ്ദേഹത്തിന്റെ സമീപനങ്ങളിലും ശൈലികളിലും മന്ത്രിമാരുടെ ഇടപെടലുകളും എങ്കിലും തിരുത്തലുണ്ടാകുമോ? ഭരണത്തിൽ പാർട്ടി കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുമോ, നിയന്ത്രണം കൊണ്ടുവരുമോ എന്ന കാര്യങ്ങളാകും അറിയേണ്ടത്. ഏതായാലും പ്രാദേശിക ഘടക ജില്ലാ തലങ്ങൾ വരെ ഉണ്ടാകുന്ന ഈ വികാരം അതേപടി മേൽത്തട്ടിലേക്കും പ്രതിഫലിച്ചാൽ ഒരുപക്ഷെ CPIൽ വലിയ പൊളിച്ചെഴുത്തുകൾ ഉണ്ടാകും, വലിയ നയസമീപനങ്ങൾ, വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അത് എത്തരത്തിലുണ്ടാകുമെന്നതാണ് കേന്ദ്ര നേതൃത്വവും അത്തരം മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി മാറ്റുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. പക്ഷേ ഈ സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രവർത്തന ശൈലിയിൽ വലിയ പൊളിച്ചെഴുത്തുകൾ വേണമെന്ന ആവശ്യം കേന്ദ്ര നേതൃത്വത്തിലടക്കമുണ്ട്. കാരണം കേന്ദ്ര CPI നേതൃത്വം അവസാന പ്രതീക്ഷയെ കാണുന്ന, പച്ചത്തുരുത്തായി കാണുന്ന ഒരു പ്രദേശമാണ് കേരളം. അതുകൊണ്ട് തന്നെ അവിടെ ഈ രീതിയിൽ പോകുന്നത് കേന്ദ്ര നേതൃത്വത്തിന് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിൽ CPI ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രകാശ് കാരാട്ടും അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന PB അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ ഇടപെടലുകളും വളരെ നിർണായകമാകും. കേന്ദ്ര കമ്മിറ്റി യോഗം ഈ ആഴ്ച അടുത്ത ആഴ്ച ചേരാനിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെയും ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നടക്കും. ഇന്നും നാളെയും നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഏറ്റവും നിർണായകം. അതിനുശേഷം സംസ്ഥാന സമിതി യോഗങ്ങൾ 3 ദിവസം, 5 ദിവസത്തെ വിശാലമായ നേതൃയോഗമാണ് CPM വിളിച്ചിട്ടുള്ളത്. അവിടെ നടക്കുന്ന ചർച്ചകൾ, അവിടെ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ CPMന്റെ സർക്കാരിന്റെ മുന്നോട്ടു പോക്കിനെ വളരെ നിർണായകമായി മാറുമെന്ന് ഉറപ്പാണ്. ഏത് തലം വരെ, ഏതറ്റം വരെ തിരുത്തലിന്, മാറ്റത്തിന് CPM തയ്യാറാകുമെന്ന് ഈ ദിവസങ്ങളിൽ അറിയാം. അതാണ് സാഹചര്യം. ഏതായാലും LDFനുള്ളിൽ അസ്വാരസ്യങ്ങൾ, പൊട്ടിത്തെറികൾ അത് ഉള്ളിലെങ്കിലും ഉണ്ട്, പുറത്തു വരുന്നില്ല എങ്കിൽ പോലും മുഖ്യമന്ത്രിക്കെതിരെ, ഭരണത്തിനെതിരെ, മന്ത്രിമാരുടെ പ്രകടനത്തിനെതിരെയൊക്കെ വലിയ വികാരം ഉണ്ടാകുന്നു. CPIയുടെ ജില്ലാ കൗൺസിലിൽ സംഭവിച്ചതാണ്. ഇനി സംസ്ഥാന കൗൺസിലിലേക്ക് വരുമ്പോൾ സംസ്ഥാന തലത്തിൽ ഏത് തരത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യും CPI എന്നുള്ളതും പ്രധാനമാണ്. നമുക്ക് ചില